ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ GS അഡ്വഞ്ചറിൻ്റെ റിയർ ബ്രേക്ക് പാഡ് മാറാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ക്വിക്ക് വീഡിയോ ആണ്. വളരെ ലോങ് വീഡിയോ അല്ല, ക്വിക്ക് വീഡിയോ ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഐദർ നിങ്ങൾക്ക് EBC ബ്രേക്ക് പാഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രംബോ ബ്രേക്ക് പാഡ് ഉപയോഗിക്കാം. അതിൻ്റെ കാലിപ്പർ ബ്രംബോയാണ്. റിയർ ബ്രേക്ക് പാഡാണ് നമ്മളിപ്പോൾ മാറാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഈ മഡ് ഫ്ലാപ്പ് എടുത്തു മാറ്റണം. അതിന് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് T30 ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. Yeah, mud flap is out now. Now I'll remove these two pins. One is out, next one. Yeah, those are out now. Now we need to remove this connecting rod, which is just press from here. See, just came the other side. Yeah, look at that, it's a little bit dirty, it needs a little bit of cleaning. And then I have to remove these two. So I'm using this T40 to take off these two screws. T40 ഉപയോഗിച്ചാണ് ഇത് നമ്മൾ അഴിച്ചെടുക്കുന്നത്. Yeah, we took off this screws from there. Now we can easily lift this up. ഇത് ഒത്തിരി തേഞ്ഞ് തീർന്നു. എല്ലാം ക്ലീൻ ചെയ്യണം. ഇനി ഇതുണ്ടോ, എല്ലാം തേഞ്ഞ് തീർന്നു. ദിസ് ഓൾ നിയർലി ഫിനിഷ്. going to replace with a new one, which is EBC part number FA2092HH. So this is the one we are going to replace with. അപ്പോൾ ഇതാണ് കാലിപ്പർ. എനിക്ക് വേറെ ക്യാമറ പിടിക്കാനില്ലാത്ത കാരണം ഇച്ചിരി കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ഒരു കാലിപ്പർ എടുക്കുക, ഇനി കയറ്റി വയ്ക്കുക. എന്നിട്ട് ചാനൽ ലോക്കില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പൈപ്പ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ഉള്ളത് വെച്ച് കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ അത് പ്രസ് ബാക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ടൂത്ത് ബ്രഷ് വെച്ച് ഇതാകെ ഒന്ന് ക്ലീൻ ചെയ്യുക. Yeah, we clean the mold, then we are putting it back. Just slide this one in. Not to connect anything. Need to take off the outer part of the calipers, outer side. Just put it in and just go like that, and apply some caliper slider, little bit, not too much. This is only grease, basically caliper slider grease. നമ്മളതിൻ്റെ അകത്തെല്ലാം ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഔട്ടർ സൈഡിലെ കാലിപ്പറിൻ്റെ പുറത്തുള്ള ആ ഒരു മെറ്റൽ പീസ് ഉണ്ട്, അത് എടുത്തിട്ട് പുതിയ ബ്രേക്ക് പാഡിലോട്ട് പിടിപ്പിക്കണം. അത് പിടിപ്പിച്ചിട്ട് ഇച്ചിരി കാലിപ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞ ഗ്രീസ് ഉണ്ട്. ആ ഗ്രീസ് ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അത് എടുത്ത് അതിൻ്റെ രണ്ട് ബ്രേക്ക് പാഡിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും അപ്ലൈ ചെയ്തിട്ട് സ്ലൈഡിങ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഈ കാലിപ്പർ ഇൻ പ്ലേസ് ചെയ്യുന്ന റോഡ് ഇടുക. ഇട്ടിട്ട് ഈ ക്ലിപ്പ് വെക്കുക, പിന്നെ ഈ ക്ലിപ്പ് വെക്കുക. പരിപാടി കഴിഞ്ഞു. വെരി സിമ്പിൾ. ഓക്കെ, ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ക്യാമറ പിടിക്കാനാളില്ലാത്തതാണ് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല.
Yeah, after you've done everything, you need to set your torque range into 24 and we will tighten to 24 Newton meter. Okay, I already hand tighten it and now, yeah, that's 24. So we hand tighten it and torque tighten it, so we know that it's 24 Newton meter. All done, good to go. Before we go out, we need to press the brake pedal few times because we separate the caliper. We need to adjust that one. There we go. So rear brake pad is changed now. I have to put back the mud flap, then the job is done.